തണൽ സർവ്വ കൂട്ടായ്മയുടെ 10ാമത് വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അധ്യക്ഷൻ ശ്രീ ഷാജി കടായിൽ, അതുപോലെ തന്നെ ഇവിടെ ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി മഞ്ജു സുരേഷ്, ഇവിടെ നമ്മളിന്ന് പ്രതിഭ ആദരവ് കൊടുക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ രമേശ് കോട്ടയം സാറ്, അതുപോലെ തന്നെ ശ്രീ പരസ്പരം പ്രദീപ് സാറ്, ഇവിടെ സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് ജോൺ മുട്ടത്തിൽ, അതുപോലെ തന്നെ ശ്രീ ജോസ് ചാക്കോ കടായിൽ, ഈ കുടുംബാംഗങ്ങളായി ഇവിടെ ഡോക്ടറായി നമ്മുടെ മുന്നിലിരിക്കുന്ന റോണിറ്റ് പോള്, ഡോക്ടർ ജ്യോതിക റാണി, അതുപോലെ തന്നെ ഇന്ന് ഈ തണൽ കൂട്ടായ്മയുടെ മെമ്പേഴ്സ്, മറ്റിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അതിലുപരിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞുമക്കളെ, ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ ഈ 10ാമത് വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതും ഈ പങ്കെടുക്കുവാൻ എന്നെ വിളിച്ച ഈ കൂട്ടായ്മയിലെ എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. നമുക്ക് ഇന്നിവിടെ വായിച്ച ഇതിൻ്റെ സെക്രട്ടറി മനു വായിച്ച ഈ വാർഷിക റിപ്പോർട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ 10ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ തണൽ കൂട്ടായ്മ ചെയ്ത ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്കറിയാം. സാമൂഹിക സാംസ്കാരിക ആതുര സേവനങ്ങളിലൊക്കെ ഈ തണൽ കൂട്ടായ്മയ്ക്ക് അവരുടെ വ്യക്തി മുദ്ര പതിപ്പിക്കുവാൻ കഴിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെ കാർന്നു നിന്ന കോവിഡ്, അതുപോലെ തന്നെ പ്രളയം ഒക്കെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചും അറിഞ്ഞതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ 25 സഹോദരങ്ങൾ ഉൾപ്പെടുന്ന ഈ കൂട്ടായ്മ ഇന്ന് തിരുവഞ്ചൂരിനെ സംബന്ധിച്ച് ഒരു മാതൃകയായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അവരുടെ ആ പരസ്പര സ്നേഹവും ഒരു കൂട്ടായ്മയും, നമുക്കറിയാം ഇതിന് തണൽ തന്നെ പേര്. തണലെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് താങ്ങായി തണലായി നമ്മുടെ ഒപ്പം എല്ലാ മേഖലകളിലും നമ്മളോടൊപ്പം ചേരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ ഓരോരോ പ്രവർത്തനങ്ങൾ, ഇവിടെ അധ്യക്ഷനടക്കം സ്വാഗതം പറഞ്ഞ, അതുപോലെ തന്നെ റിപ്പോർട്ട് വായിച്ച സെക്രട്ടറി അടക്കമുള്ളവർ നിങ്ങൾ ചെയ്ത മഹത്തായ കാര്യങ്ങൾ ഇവിടെ ഊന്നി പറയുകയുണ്ടായി. നല്ല കാര്യം തന്നെ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാളെ നമ്മൾ ഉണ്ടോ എന്ന് പോലും പറയാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം നമ്മൾ സ്നേഹിച്ചും സന്തോഷിച്ചും ഒരു കുടുംബം പോലെ ഒത്തൊരുമയോടുകൂടി കഴിയണം. പരസ്പരം സ്നേഹിച്ചുകൊണ്ടും പരസ്പരം സഹായിച്ചുകൊണ്ടും നല്ല രീതിയിൽ തന്നെ നല്ലൊരു കൂട്ടായ്മ ആക്കിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകണം. നാളെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് നാളെ നമുക്കൊരവസരം ഉണ്ടോയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്നേഹം എന്ന് പറയുന്നത് തന്നെ ആരിലും തന്നെ ഇല്ല. പരസ്പരം സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സും അതുപോലെ തന്നെ നന്മ ചെയ്യുവാനുള്ള മനസ്സും ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമുക്കറിയാം, ഈ തണൽ കൂട്ടായ്മയിലെ സഹോദരങ്ങൾ ആ പ്രളയകാലത്ത് ഈ 25 പേര് അവർ കൂട്ടിവെച്ച ഒരു സമാഹരിച്ച ഒരു ഫണ്ട്, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ 25 പേരിലും എല്ലാവരും നല്ല ജോലിക്കാരുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ ഓരോ മേഖലകളിൽ, വിവിധ മേഖലകളിൽ പണി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തികം അതിലേക്ക് മാസം മാസം കൊടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന ഓരോ കർമ്മ പദ്ധതികൾ നമുക്കറിയാം. 10 വർഷമായി
ആ 10 വർഷമായപ്പോൾ ആ കോവിഡിൻ്റെ സമയത്ത് എല്ലാ മേഖലകളിലും ഇതുപോലുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും മറ്റ് ഒക്കെ ഒരു പ്രതിസന്ധി കാലഘട്ടങ്ങളിലായിരുന്നു. അവർക്ക് കൂടുതൽ ഇതുപോലുള്ള ചാരിറ്റികൾ ചെയ്യാനായിട്ട് പറ്റാത്ത, സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായി. അതിനോടനുബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് ഇനിയൊരു ഇച്ചിരി പ്രവർത്തനത്തിനൊരു മാന്ദ്യം സംഭവിച്ച് എന്നിവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. എങ്കിലും അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ ഈ 10 വർഷം പൂർത്തിയായ ഈ സമയത്ത് ഇനിയും നമുക്ക് മുൻപോട്ട് പോകണം. അത് നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട്, നമുക്കറിയാം ഇതുപോലെയൊക്കെയുള്ള ഓരോ കൂട്ടായ്മകൾ അത് സൊസൈറ്റി ആക്കിക്കൊണ്ടും അല്ലെ ചാരിറ്റി ട്രസ്റ്റ് ആക്കിക്കൊണ്ടുമൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ ഒത്തിരി ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ഒത്തിരി ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അറിയാം അത് ചാരിറ്റി ട്രസ്റ്റായിട്ട് നമ്മൾ രൂപീകരിച്ചു കൊണ്ട് പോകണം. എത്ര കുടുംബാംഗങ്ങളുണ്ട്, അവർ ഒരു മാസവരിയും അതുപോലുള്ളതൊക്കെ ഇട്ടുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതുപോലുള്ള ഒരു ആതുര സേവന രംഗത്ത് നമുക്കൊരു ആംബുലൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി നമുക്ക് മേടിക്കുവാനായിട്ട് സാധിക്കും. അത് നമുക്കറിയാം തണൽ കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മ എന്നൊക്കെ പോകുമ്പം നമുക്ക് മുൻകാലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ ഒത്തൊരുമയോടെ കൂടി പോയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമുക്കറിയാം സാമ്പത്തികമായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഇടയിൽ ഭിന്നതകൾ വരുന്നത്. തീർച്ചയായും എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും അങ്ങനെയാണ്, സാമ്പത്തികം വരുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി കഷ്ടപ്പെടുവാനും ഒക്കെ ഒരു മനസ്സുണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ തണൽ കൂട്ടായ്മ മുൻപോട്ട് കൊണ്ടുപോകണം. അത് നിങ്ങളുടെയൊക്കെ ഒരു പരിശ്രമം. ഇനിയും കൂടുതൽ മെമ്പേഴ്സ് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് വരണം. അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഈ മാതൃക കണ്ടുകൊണ്ട് ഇന്ന് തന്നെ നമുക്കറിയാം ഇവിടെ തിരുവഞ്ചൂര് കവലയുടെ മധ്യത്ത് തന്നെ നമ്മുടെ ഈ പരിപാടി നടക്കുന്നു. എല്ലാവരും വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു. അന്നേരം എല്ലാവരും പറയാണ്ട് തണൽ കൂട്ടായ്മയുടെ വാർഷികം 10ാമത് വാർഷികമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഇനിയും കൂടുതൽ അതിപ്പോൾ വിവിധ കലാപരിപാടികളോടും പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് അഹങ്കരിക്കാവുന്ന 2 പ്രതിഭകളുണ്ട് ഇവിടെ. നമ്മൾ സീരിയലും സിനിമയിലും ഒക്കെ കാണുന്ന നമ്മുടെ തിരുവഞ്ചൂരിൻ്റെ സ്വന്തം എന്ന് പറയാവുന്നത് നമ്മുടെ പരസ്പരം പ്രതിഭയേട്ടനാണെങ്കിലും രമേശ് ചേട്ടനാണെങ്കിലും ഒക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. അവരെയൊക്കെ ഇവിടെ ഒരു ആദരവ് കൊടുക്കാൻ കാണിച്ച ആ മനസ്സും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളായ 2 കുട്ടികൾ ഡോക്ടർമാർ ഇവിടെ ഇരിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ ഇതൊരു മാതൃകയാക്കി കാണണം. ഇനിയും ഇഷ്ടം പോലെ ഡോക്ടറും എൻജിനീയറും അത് വിവിധ തലങ്ങളിലുള്ള നല്ല മേഖലയിലുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയിൽ ഇനിയും ഉണ്ടാവണം. അതൊക്കെ നല്ല ഒരു ശീലത്തോടു കൂടി നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മ പോകുമ്പോൾ അങ്ങനെ നമ്മൾ നല്ല തലമുറകളെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ അമരക്കാരായി നിൽക്കുന്ന നമുക്കറിയാം നമ്മുടെ ഷായിച്ചേട്ടൻ, അതുപോലെ മറ്റ് ഇവിടുത്തെ മെമ്പർമാരെല്ലാം തന്നെ നല്ല മിടുക്കന്മാരായിട്ടുള്ളതാണ്. അവരൊക്കെ നല്ല രീതിയിൽ ഒത്തൊരുമയോട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ അയർക്കുന്നമല്ല കോട്ടയത്ത് ഇത് മാതൃകയായ ഒരു കൂട്ടായ്മ തന്നെയാവും. ഒരു തണലെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ എത്തുവാൻ സാധിക്കട്ടെ. ജഗദീശൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ 10ാമത് വാർഷിക യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്നറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.